എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളിവിടെ നോർത്തിൽ ഓണമൊന്നും ആഘോഷിക്കാറില്ല. എന്നാലും ഒരു പായസമെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പായസം ഉണ്ടാക്കി. അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ഒന്നും ആവണ്ട. അതിനുശേഷം അതിനെ ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അരിയും നന്നായിട്ട് കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കാം. നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. നമുക്കിവിടെ ഇങ്ങനത്തെ ശർക്കരയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊന്ന് അത്യാവശ്യം ആ നെയ്യിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരണം. ഒരുപാടങ്ങ് മൂത്ത് പോകുമൊന്നും വേണ്ട. എന്നാലും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ നെയ്യിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇതും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊക്കെ കളർ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതും നെയ്യിൽ നിന്നും എടുത്ത് മാറ്റുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതും നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് ഞാൻ 1.5 തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് 1ാം പാലാണ്. ഇത് 2ഉം 3ഉം കൂടി ഞാൻ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചോറും ചെറുപയറും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറുപയർ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങയുടെ 2ഉം 3ഉം പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിനി വീണ്ടും ഇതിനെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി ഒന്ന് ചെറിയ ചൂട് ഒന്നായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചുക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ചുക്ക് പൗഡറിനെ തവിയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇടുവാണെങ്കിൽ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും പിന്നെ കിസ്മിസും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് അത്യാവശ്യം കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം വേണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ബൈ ബൈ.